ഇലക്ട്രോണിക് സ്പാർക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. JBL കമ്പനിയുടെ 9.1 ബാർ സ്പീക്കറിൻ്റെ സർവീസാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. സെറ്റ് ഓൺ ആവുന്നുണ്ട്, എന്നാൽ സബ്വൂഫർ വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കൊണ്ടാണ് കസ്റ്റമർ സർവീസിന് തന്നിരിക്കുന്നത്. നമുക്കിത് ഓപ്പൺ ചെയ്ത് എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്ന് നോക്കാം. ഈ കാണുന്നതാണ് സബ്വൂഫറിൻ്റെ ഉൾഭാഗം. പവർ സപ്ലൈയും ആംപ്ലിഫയർ ബോർഡും സബ്വൂഫറിൻ്റെ കവറിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത് വയർലെസ് സ്പീക്കർ ആയതുകൊണ്ടാണ്. JBLൻ്റെ മിക്ക മോഡലുകളിലും ഇതുപോലെ വയർലെസ് സ്പീക്കറുകളാണ് ഉപയോഗിക്കുന്നത്. നല്ല പെർഫോമൻസ് കിട്ടുന്നതിന് വേണ്ടി നല്ല വലിപ്പമുള്ള ഒരു സബ്വൂഫറാണ് ഈ സെറ്റിനുള്ളത്. ആ സബ്വൂഫറിൻ്റെ പെർഫോമൻസ് നല്ല രീതിയിൽ ഔട്ട്പുട്ട് ലഭിക്കുന്ന രീതിയിലാണ് ഈ സെറ്റിൻ്റെ ബോക്സിൻ്റെ നിർമ്മാണം. കൂടാതെ ആ സബ്വൂഫർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതിന് കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ കൂടിയാണ് കമ്പനി ഈ ബോക്സിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആംപ്ലിഫയർ ബോർഡ് വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായുള്ള വോൾട്ടേജിന് വേണ്ടി കമ്പനി ഇതിൽ ഒരു പവർ സപ്ലൈ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലാസ് ഡി ആംപ്ലിഫയറുകളുടെ വരവോടുകൂടി മിക്ക കമ്പനികളും ട്രാൻസ്ഫോമറിൻ്റെ ഉപയോഗം തീരെ കുറച്ചിരിക്കുകയാണ്. നമുക്ക് ഈ പവർ സപ്ലൈ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മെയിൻ ഫിൽറ്റർ കപ്പാസിറ്ററിൻ്റെ അടിഭാഗത്തൊക്കെ തുരുമ്പെടുത്തിരിക്കുകയാണ്. കാര്യമായ കുഴപ്പമൊന്നും കാണുന്നില്ലെങ്കിൽ പോലും നമുക്ക് ആ കപ്പാസിറ്റർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫിൽറ്റർ കപ്പാസിറ്റർ ഓപ്പൺ ചെയ്തപ്പോഴുള്ള അവസ്ഥയാണ് ഈ കാണുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോഴൊന്നും ഈ കപ്പാസിറ്ററിന് യാതൊരുവിധ കുഴപ്പവുമില്ല എന്ന് കരുതി അത് ഓപ്പൺ ചെയ്യാതെ ഇരുന്നുവെങ്കിൽ നമുക്കത് പിന്നീട് അതൊരു ബുദ്ധിമുട്ടായി മാറിയേനെ. ആ രണ്ട് ഫിൽറ്റർ കപ്പാസിറ്ററും പുതിയത് മാറിയതിന് ശേഷം പവർ സപ്ലൈ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആ രണ്ട് ഫിൽറ്റർ കപ്പാസിറ്ററുകളും പുതിയതും മാറിയിട്ടുണ്ട്. കെൽട്രോൺ പോലുള്ള കപ്പാസിറ്ററുകളാണെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും വരാറില്ല. ഇപ്പോഴുള്ള കപ്പാസിറ്ററുകളിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ കെൽട്രോൺ കപ്പാസിറ്ററുകൾക്ക് കുറച്ച് വില കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൂടുതലും കമ്പോണൻറ്റുകൾ ഉപയോഗിക്കുമ്പോൾ കെൽട്രോൺ ഒന്നും ഇപ്പോൾ അധികം ആരും ഉപയോഗിക്കുന്നില്ല. സ്പെയർ ഷോപ്പുകളിലും ഇതുപോലുള്ള കപ്പാസിറ്ററുകളാണ് കൂടുതൽ ലഭിക്കുന്നത്. പിന്നെ പണ്ടത്തെ പോലെയുള്ള ക്വാളിറ്റി ഒന്നും ഇപ്പോഴുള്ള ഒരു കമ്പോണൻറ്റിനും ലഭിക്കുന്നതുമില്ല. അതുകൊണ്ട് തന്നെ കിട്ടുന്ന കമ്പോണൻറ്റ് വെച്ച് ബോർഡുകൾ റെഡിയാക്കി എടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. ഫിൽറ്റർ കപ്പാസിറ്റർ എല്ലാം മാറിയതിന് ശേഷം പവർ സപ്ലൈ റീസെറ്റ് ചെയ്ത് സെറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കിയപ്പോഴും സൗണ്ട് ഔട്ട്പുട്ട് ഒന്നും ലഭിക്കുന്നില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ആംപ്ലിഫയർ ബോർഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആംപ്ലിഫയർ ബോർഡിലേക്ക് ഇൻപുട്ട് സിഗ്നലുകൾ റിസീവ് ചെയ്യുന്നതിന് വേണ്ടി വച്ചിരിക്കുന്ന റിസീവറാണ് ഈ കാണുന്നത്. സൗണ്ട് ബാറുമായുള്ള കണക്ടിവിറ്റിക്ക് വേണ്ടിയാണ് ഈ മോഡൽ റിസീവറുകൾ ഉപയോഗിക്കുന്നത്. ഈ റിസീവർ കംപ്ലൈൻ്റ് ആയാലും സബ്വൂഫർ വർക്ക് ചെയ്യുകയില്ല. പക്ഷേ ഈ റിസീവർ അല്ല ഇവിടെ കംപ്ലൈൻറ്റ്. ആംപ്ലിഫയർ ബോർഡുമായി കണക്ട് ചെയ്യുമ്പോൾ പവർ സപ്ലൈ വോൾട്ടേജ് ഡൗൺ ആവുകയാണ്. അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഇതിൻ്റെ SMD കപ്പാസിറ്ററുകൾ ചിലത് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. സൗണ്ട് ICയിലേക്കുള്ള ഇൻപുട്ട് വോൾട്ടേജ് വരുന്ന ഭാഗത്തെ കപ്പാസിറ്ററുകളിൽ ചിലതായിരുന്നു കംപ്ലൈൻറ്റ്. ക്ലാസ് ഡി ആംപ്ലിഫയറിൽ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് സാധാരണയാണ്. ആ കപ്പാസിറ്റർ എല്ലാം ചേഞ്ച് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇൻഡിക്കേറ്റർ കാണിക്കുന്നുണ്ട്, ആദ്യം ഉണ്ടായിരുന്നില്ല. ഇനി നമുക്ക് സൗണ്ട് ഔട്ട്പുട്ട് ലഭിക്കുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ സബ്വൂഫറിൽ നിന്ന് സൗണ്ട് ഔട്ട്പുട്ട് ലഭിക്കുന്നുണ്ട്. അങ്ങനെ സബ്വൂഫറിൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് ലഭിക്കാത്ത കംപ്ലൈൻറ്റ് നമ്മൾ റെഡിയാക്കി എടുത്ത് കഴിഞ്ഞു. പണ്ടത്തെ ആംപ്ലിഫയർ ബോർഡുകളിൽ ഓഡിയോ ഔട്ട്പുട്ട് ലഭിച്ചില്ല എങ്കിൽ IC മാറുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. ക്ലാസ് ഡി ആംപ്ലിഫയറിൽ ഒരിക്കലും സൗണ്ട് ഔട്ട്പുട്ട് ലഭിച്ചില്ല എന്ന് കരുതി ആദ്യം തന്നെ IC മാറി നോക്കരുത്. ഇതുപോലുള്ള പല കാരണങ്ങളാലും സൗണ്ട് ഔട്ട്പുട്ട് ലഭിക്കാതിരിക്കാം. ഇതെല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം IC മാറുക. സെറ്റ് ഇപ്പോൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും ഇതിൻ്റെ സൈഡിലെ രണ്ട് സ്പീക്കറുകൾ വർക്ക് ചെയ്യുന്നില്ല. ഈ ഒരു ബോക്സിലാണ് രണ്ട് സ്പീക്കറുകൾ. ഇതുപോലുള്ള രണ്ട് ബോക്സുകൾ ഈ സെറ്റിൻ്റെ സൈഡിൽ ഓപ്പൺ ചെയ്യുന്ന രീതിയിലുണ്ട്. ഈ സെറ്റിൽ നിന്ന് കുറച്ച് അധികം ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ സൗണ്ട് ഔട്ട്പുട്ട് ലഭിക്കുന്നുണ്ട്. ഈ ബോക്സ് എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് നോക്കാം. ഞാനിത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുന്നതിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. JBLൻ്റെയോ അതുപോലുള്ള സൗണ്ട് ബാറുകളുടെയോ സ്പീക്കറുകൾ ഓപ്പൺ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. ഇതൊരിക്കലും എളുപ്പത്തിൽ ഓപ്പൺ ചെയ്യുന്ന രീതിയിലല്ല കമ്പനി സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾ സാവധാനം സൂക്ഷിച്ച് തന്നെ ഓപ്പൺ ചെയ്യണം, അല്ലെങ്കിൽ അത് റീസെറ്റ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു ബോക്സിനകത്ത് ഒരു റിസീവറും ഒരു ആംപ്ലിഫയർ ബോർഡും രണ്ട് സ്പീക്കറും ഇതെല്ലാം വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായ സപ്ലൈക്ക് വേണ്ടി ഒരു ബാറ്ററിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ബാറ്ററി ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഈ ബാറ്ററിയിൽ വോൾട്ടേജ് ഒന്നും കാണിക്കുന്നില്ല. ഈ ബാറ്ററി നിലവിൽ ഡാമേജ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ മോഡൽ ബാറ്ററികളെല്ലാം നമുക്ക് മാർക്കറ്റിൽ ലഭിക്കും, അധികം വിലയൊന്നുമില്ല. ഈ ബാറ്ററിയുടെ കണക്ഷൻ എല്ലാം ഒതുങ്ങിയാണ് ഇരിക്കുന്നത്. ഇതൊരു മെഷീൻ പഞ്ചിങ് ആയതുകൊണ്ടാണ് ഇത്രയും ഒതുങ്ങിയിരിക്കുന്നത്. നമ്മൾ പുതിയൊരു ബാറ്ററി സെറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒതുങ്ങുകയില്ല എങ്കിൽ ഈ കവറിനകത്ത് അത് വയ്ക്കുക കുറച്ച് ബുദ്ധിമുട്ടാണ്. അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. അതിൻ്റെ കാരണം നമ്മൾ മെഷീൻ പഞ്ചിങ് അല്ല, സോൾഡർ ചെയ്യുന്നതുകൊണ്ടാണ്. ഡാമേജായി പോയ ആ ബാറ്ററിക്ക് പകരം നമ്മളൊരു പുതിയ ബാറ്ററി എടുത്തിട്ടുണ്ട്. പല വിലകളിൽ മാർക്കറ്റിൽ ഈ ബാറ്ററികൾ നമുക്ക് ലഭിക്കും. മാർക്കറ്റിൽ 100 രൂപയിൽ താഴെയും 100 രൂപ മുകളിലും ബാറ്ററികൾ നമുക്ക് ലഭിക്കും. നിങ്ങൾ ഇതുപോലുള്ള ബാറ്ററി വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ 100 രൂപ മുകളിലുള്ള ബാറ്ററി വാങ്ങുക. ക്വാളിറ്റി അനുസരിച്ചായിരിക്കാം വിലകളിൽ വരുന്ന മാറ്റം. ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് കൊണ്ടാണോ ബോക്സ് വർക്ക് ചെയ്യാതിരുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടി നമുക്ക് ബാറ്ററി കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. I wanna free fall.
ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് കൊണ്ട് തന്നെയായിരുന്നു ബോക്സ് വർക്ക് ചെയ്യാതിരുന്നത്. നമുക്കിനി ബാറ്ററി പഴയതുപോലെ തന്നെ വെച്ച് സെറ്റ് ചെയ്യാം. എല്ലാ ടെക്നീഷ്യന്മാരുടെയും കാര്യമല്ല, എനിക്ക് സാധാരണ കമ്പനികളുടെ ബോക്സുകൾ ഓപ്പൺ ചെയ്യുന്നതിനേക്കാൾ വളരെയധികം ബുദ്ധിമുട്ടായി തോന്നാറുണ്ട് JBL പോലുള്ള കമ്പനികളുടെ. അതിൻ്റെ കാരണം അവർ ഉപയോഗിക്കുന്ന ഗം ആണ്. അങ്ങനെ നമ്മുടെ സൗണ്ട് ബാറിൻ്റെ വർക്ക് കഴിഞ്ഞു. നമുക്കിനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.